അപ്പോ അസ്സലാമലൈക്കും കൂട്ടുകാരെ. എൻ്റെ ജീവിതകഥ ഞാൻ കുറച്ചുകൂടി പറഞ്ഞുതരാം. പിന്നെ ഇങ്ങനെ ഞങ്ങൾ 5 മക്കളായിരുന്നു കേട്ടോ. 5 പെണ്ണും 3 ആണും, 8 മക്കളായിരുന്നു. എന്നിട്ട് ഇപ്പാക്ക് മാനസിക രോഗമല്ലേ, കൊണ്ട് കല്യാണക്കായ ആരും വരൂല്ല, ആരും കൊണ്ടൂല്ല, മുതൽ കിട്ടൂല വെച്ചിട്ടേ. അങ്ങനെ താത്താടെ കല്യാണം ശരിയായി. എൻ്റെ ഒരു ഇളയമ്മ ഉണ്ടായിരുന്നു. ആ ഇളയമ്മയുടെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് കൊടുത്തിട്ട് ഒരു കല്യാണം ശരിയായി. 10 പാലും പണ്ടും 1.25 ലക്ഷം ഉറുപ്പിമാരുണ്ട്. ഞങ്ങളുടെ വീട്ടിലന്ന് 5 പെൺകുട്ടികളുണ്ട്. ഒരാളെ കാതിൽ പോലും ഒരു ചകരല്ല കേട്ടോ ആ സമയത്ത്. അങ്ങനെ എന്നാലും വല്ല ഞങ്ങളൊക്കെ 4 ഒരുപോലെ ഇരിക്കണം. അപ്പോഴാണ് നമുക്ക് താത്താടെ കല്യാണം അങ്ങനെ ശരിയായി. തമിഴ്നാട്ടിലേക്കാണ് ശരിയായത്. അന്നൊക്കെ കുറച്ച് വയസ്സധികമായ പിന്നെ അടുത്തൊക്കൊന്നും ശരിയാവില്ല. ഇപ്പോഴും മുതലും ഇല്ലല്ലോ. മുതലും ഉണ്ട്, വാപ്പാരൊക്കെ സ്ട്രോങ് ആച്ചെങ്കിൽ ഉഷാറാച്ചെങ്കിലൊക്കെ അടുത്തൊക്കെ ശരിയാവും. പിന്നെ ഇതിനാ മാത്രം ഗ്ലാമറൊക്കെ വേണം. ഗ്ലാമർ പറഞ്ഞുള്ളൂ, അല്ലാതെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു കുഴപ്പമില്ല ഞങ്ങൾക്കൊന്നും. ബുദ്ധിക്കോ ശരീരത്തിന്റെ ഭാഗങ്ങൾക്കോ ഒന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് സാമ്പത്തിക കുറവ് തന്നെ ഉള്ളൂ. കാണാൻ വലിയ തരക്കടൊന്നുമില്ല, നല്ല സുന്ദരികളൊന്നും അല്ലെങ്കിൽ തരക്കടൊന്നുമില്ല. എല്ലാരും അതെ, ആർക്കും ഒരു കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലെ നമുക്ക് ആദ്യം കൊണ്ട് മുതലൊക്കെ പിന്നെ ഉണ്ടാവൂലേ. അങ്ങനത്തെ ഒന്നുമില്ല. കെട്ട ആൾക്കും ഒരു കുഴപ്പമില്ല. ഇപ്പാടെ ഈ അസുഖം കൊണ്ട് ഞങ്ങൾ നല്ലോണം കഷ്ടപ്പെട്ടു. അത് മറക്കൂല ആ കഷ്ടപ്പാടൊന്നും. അതേപോലെ എന്നാ അങ്ങനെ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ ദണ്ണും കേടും അങ്ങനത്തെ ഒന്നും പടച്ചോൻ തരാതിരിക്കട്ടെ. അങ്ങനത്തെ ഒന്നുമില്ല. കോർങ്ങാടോ ഞങ്ങൾക്കൊക്കെ മക്കളെ, മക്കൾക്കും തന്നെ ഒരു കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ്. എന്നിട്ട് അങ്ങനെ സ്ത്രീധനം കൊടുക്കേണ്ട ദിവസമായിട്ടോ. 1.5 മാസത്തിനായിട്ട് കല്യാണം ഉറച്ചത്. സ്ത്രീധനം കൊടുക്കണം. അടുത്ത ഞായറാഴ്ച കല്യാണം വെച്ച് ഈ ഞായറാഴ്ച സ്ത്രീധനം കൊടുക്കണം. 1.25 ലക്ഷം കൊണ്ടു കൊടുക്കണം. എന്നിട്ട് ഉമ്മാന്റെ അടുത്ത് ഒരു വകയില്ല. എന്നാലും സഹായിക്കാൻ മുന്നിട്ട് ഇറങ്ങാൻ അതുമില്ല. എന്നിട്ട് വരുന്ന ഞായറാഴ്ച കല്യാണം വെച്ച് ഈ ഞായറാഴ്ച കൊണ്ടു കൊടുക്കണ്ടേ. 10, 20, 22 കൊല്ലായിട്ട് 22 കൊല്ലാതൊക്കെ ഉണ്ട്, മറക്കൂലൊന്നും. ഇങ്ങോട്ട് എൻ്റെ മാമ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ അങ്ങോട്ട് മാമാടെ പോയിട്ട് ഉമ്മാന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട്, നാളെ ഞായറാഴ്ച വെച്ചെന്ന്, വരുന്ന ഞായറാഴ്ച കല്യാണം, നാളെ സ്ത്രീധനം കൊണ്ടു കൊടുക്കണം, ഈ ഞായറാഴ്ച സ്ത്രീധനം കൊണ്ടു കൊടുക്കണം, ഈ ശനിയാഴ്ച. എൻ്റെ അമ്മ അവിടെ പോയി കരയും പറയൊക്കെ അല്ലെങ്കിൽ കല്യാണം മുടങ്ങും. അമ്മ അവിടെ പോയി കരയും പറയൊക്കെ ചെയ്തിട്ട് മാമ കല്യാണം കഴിച്ചിരിക്കണം 50 പവനും 50,000 ഉറുപ്പ്യൊക്കെ ആയിട്ട്. 50,000 മാമ തിരിച്ചു കൊടുത്തു കേട്ടോ. അന്ന് ചെറുപ്പത്തിൽ അങ്ങനെ ബുദ്ധിയില്ലാത്തോണ്ട് മാമ പിന്നെ പൈസ തിരിച്ചു കൊടുത്തു. എന്നിട്ട് അമ്മായിത്തെ കുറച്ചൊക്കെ പണുണ്ടായിരുന്നു. എന്നിട്ട് അമ്മായി മേത്തത്തെ പണ്ടൊക്കെ ഊരി പണയം വെച്ച് അമ്മായി, ചെറിയ അമ്മായി, ആ 1 ലക്ഷം ഉറുപ്പ്യക്കുള്ള പണ്ടം ഊരി. എന്നിട്ട് അമ്മ അപ്പൊ തന്നെ കൊണ്ടുപോയി, ഏതോ ബാങ്കുകളൊന്നും ഇല്ല അന്ന്, ശനിയാഴ്ച അല്ലേ, ഏതോ ഉള്ള ബാങ്കിൽ കൊണ്ടുപോയി വെച്ച് പിറ്റന്ന സ്ത്രീധനം കൊണ്ടുകൊടുത്തു. ആ അമ്മായി ഉണ്ടാകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ. അല്ലെങ്കിൽ അന്ന് താത്താന്റെ കല്യാണം മുടങ്ങി. പിറ്റന്ന പൈസ കൊണ്ടുപോയില്ലെങ്കിൽ താത്താന്റെ കല്യാണം മുടങ്ങി. അവളെ കഴിയാതെ പിന്നെ ഞങ്ങളൊക്കെ അവിടെ ഇരിക്കല്ലേ കാരം. ആ അമ്മായി ഉണ്ടാകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടേക്ക് എത്തി. അമ്മായിനോട് സ്നേഹം എന്നും ഉണ്ട് കേട്ടോ, പാവണത്. എന്നിട്ട് കല്യാണം കഴിഞ്ഞ പൈസ കിട്ടും, അപ്പൊ എടുത്തു കൊടുക്കാന്നല്ലേ നമ്മൾ വിചാരിക്കുക. മണ്ഡപത്തിലിരുന്ന് കല്യാണം വീട്ടിൽ സൗകര്യം ഇല്ലാത്തോണ്ടേ ഒരു കുന്നിന്റെ ചെരുവില പേരുണ്ടായി. മേലൊക്കെ ഒരു കുന്ന്, താഴത്ത് പെര, മുറ്റൂല്ല. അപ്പൊ മണ്ഡപം ഏൽപ്പിച്ചു. കല്യാണത്തിന് ഒക്കെ നല്ല ഓർമ്മ ഉണ്ട്. ഉമ്മാന്റെ സങ്കടം, ഉമ്മാന്റെ വാപ്പാട് സങ്കടം നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടേ. എന്നിട്ട് ആ കല്യാണത്തിന് 25,000 ഉറുപ്പ്യാണ് കിട്ടി. അത് അരി സാധനം കടം വാങ്ങിക്കുക, കല്യാണത്തിന് വെക്കാനുള്ള അരി സാധനം കടം. 1.25 ലക്ഷത്തിക്ക് 1/4 ലക്ഷം കൊടുക്കണം. മണ്ഡപത്തിന്റെ വാടക, പിന്നെ എങ്ങനെ അമ്മയുടെ പണ്ടെടുക്കുന്നു. അങ്ങനെ അമ്മയുടെ പണ്ടെടുക്കാതെ പലിശ ഒരു വർഷം വരെ പലിശ അടച്ചിരിക്കുന്നു. മാമന്നെ പലിശ അടച്ചിട്ട് പിന്നെ ഉമ്മാന്റെ വീട്ടില് ഉമ്മാന്റെ 1 ഭാഗം 10 സെന്റ് വിറ്റു.
ഓരൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഉമ്മാന്റെ ഉമ്മയും വാപ്പൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് മാമാർക്കൊന്നും വലിയ ഇതൊന്നും ഇല്ല. അവർക്ക് മാക്സി കച്ചവടവും ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ അങ്ങോട്ട് ഉമ്മാന്റെ വീട്ടില് 10 സെന്റ് സ്ഥലം വിറ്റിട്ടാണ് അമ്മായിയുടെ സ്വർണം മുഴുവൻ എടുത്തോന്ന് തന്നെ അറിയില്ല. വിറ്റു